കോട്ടയത്തെ വെള്ളപ്പൊക്കത്തിനിടെ സാഹസികമായി രക്ഷപ്പെട്ട സഹോദരിമാരായ അനിതയും സുനിതയും 9 മാസം ഗർഭിണിയായ അനിത സ്കാനിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയത്. ദൃശ്യങ്ങളിലേക്ക്. ഓട്ടോ ലഭിക്കാത്തത് കൊണ്ടാണ് നടക്കാൻ തീരുമാനിച്ചതെന്ന് അനിത പറയുന്നു. ഞങ്ങൾ മുത്തോലി വന്നപ്പോഴത്തേനും ഓട്ടോയൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. അവരെല്ലാം പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, ചേട്ടായി ഇവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു, അപ്പം എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബ്രില്ലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനെ കുറച്ച് ചേട്ടന്മാർ വന്നു, ചേട്ടായി കൂടെ വന്ന് അവിടെ എത്തിയപ്പോഴത്തേനും അങ്ങ് ഒഴുക്ക് ഭയങ്കരമായിട്ട് കൂടി. പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും തരണം ചെയ്താണ് വന്നത് എന്നും ഇതിലൊന്നും ഭയപ്പെടില്ല എന്നും സുനിത. ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൽ തന്നെയാണ് ജീവിച്ചത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും സാധാരണ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെ വെള്ളം കയറുന്ന അവസരത്തിൽ നമുക്കതൊരു വർഷത്തിൽ 4-5 പ്രാവശ്യമായി. അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ സാധനങ്ങളൊക്കെ പോകുന്ന അവസ്ഥയായിരുന്നു. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് ഒരു ധൈര്യമാണ്. വെള്ളം അത്ര ഒത്തിരിയല്ല, അങ്ങനെയില്ല, ദൈവത്തെ കൂട്ടുപിടിച്ച്. അജിത് ബാബു ചേരുന്നു കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. അജിത്ത്, എന്തായാലും രണ്ടുപേരും കുഴപ്പങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് ആശ്വാസകരം, സന്തോഷകരം. ഇതിൽ 9 മാസം ഗർഭിണിയായ യുവതിയാണ് ഇത്തരത്തിൽ സാഹസികമായി മുട്ടൊപ്പം നിൽക്കുന്ന വെള്ളത്തിലൂടെ നടന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും സന്തോഷകരം. എന്താണ് സംഭവിച്ചത് അവിടെ? കോട്ടയത്ത് കനത്ത വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 2 സഹോദരിമാരാണ് രക്ഷപ്പെട്ടത്. അജിത്ത് ചേരുന്നുണ്ട്. അജിത്ത്, വിശദാംശങ്ങൾ പറയാം. അരുണ്യ, ഈ ബ്രില്യന്റിന്റെ മുമ്പിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ഇവിടെ മുമ്പേ വന്ന സമയത്താണ് 2 പേർ അവിടെ നിന്ന് നടന്നു വരുന്ന ദൃശ്യങ്ങൾ കണ്ടത്. അങ്ങ് ദൂരെ നിന്ന് നടന്നു വരുമ്പോൾ നമുക്ക് അവരെ കണ്ടപ്പോൾ തന്നെ സംശയങ്ങൾ തോന്നിയിരുന്നു. ഇവിടെ എത്തി നോക്കിയപ്പോഴാണ് 9 മാസം ഗർഭിണിയാണ്. ആ 9 മാസം ഗർഭിണിയായിട്ടും ഇവിടെ നിന്ന് അങ്ങേ ദൂരത്ത് നിന്ന് ഇവിടെ വരെ കടന്നു വരികയായിരുന്നു. അനിതയും സുനിത സഹോദരിയുടെ കൈ പിടിച്ചാണ് നടന്നു വന്നത്. അവിടെ ഈ മുത്തോലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു, പക്ഷേ ഈ പാലായിലെല്ലാം ചുറ്റും വെള്ളമാണ്, അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ട് വന്നില്ല. അതോടുകൂടിയായിരുന്നു അവർ ഇത്തരത്തിൽ നടക്കാൻ തീരുമാനിച്ചത്. ഈ പ്രതിസന്ധിയുള്ള സ്ഥലങ്ങളിൽ 9 മാസം ഗർഭിണിയായിരുന്നു നടന്ന് മറികടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മളോട് തന്നെ അപ്പോൾ മുമ്പേ ഈ നമ്മുടെ പ്രതികരണത്തിൽ തന്നെ ഒരു ലൈവിൽ സംസാരിച്ച അച്ഛനുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ അവിടെ നിന്ന് മക്കളെ കൊണ്ട് കടന്നു വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അത്തരത്തിൽ പലവിധങ്ങളായിട്ടുള്ള കാഴ്ചകൾ ഈ മഴയോടനുബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ടെന്നാണ്. പക്ഷേ അനിതയുടെ അതിലെ വാക്കുകൾ, സുനിതയുടെ വാക്കുകൾ, ഞങ്ങൾ ഈ വെള്ളപ്പൊക്കം അതുകൊണ്ടാണ് അപ്പോഴാണ് നടക്കാൻ തീരുമാനിച്ചത്. നമ്മൾ തീരുമാനിക്കാൻ എല്ലാവർക്കും കഴിയില്ല. ആ തീരുമാനം ഏതാണെങ്കിലും ആ കാഴ്ച ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. കാരണം 9 മാസം നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ വെള്ളക്കെട്ട് മുറിച്ചു കടന്ന് നടക്കാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള മാനസികാവസ്ഥയല്ല, അത് അനുഭവത്തിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതാണ്. ശരി, അജിത് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.